നമ്മൾ ഖുർആൻ ക്ലാസ്സിലെ ജിന്ന് എന്ന അധ്യായമാണ് അവസാനം ചർച്ച ചെയ്തിരുന്നത്. ആ അധ്യായത്തിലെ ജിന്നിൻ്റെ കഥകളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് മുഹമ്മദ് അക്കാലത്തെ ജാഹിലിയ അന്ധവിശ്വാസങ്ങളെ തൻ്റെ വെളിപാട് പുസ്തകത്തിലേക്ക് പകർന്നത് എന്നത് സംബന്ധിച്ച കുറേ കാര്യങ്ങളാണ് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തത്. ജിന്നിനെ സംബന്ധിക്കുന്ന, ചെകുത്താനെ സംബന്ധിക്കുന്ന ഒരുപാട് വിഡ്ഢിത്തങ്ങളും അസംബന്ധങ്ങളും ഖുർആനിലുടനീളം കാണാം. ജിന്ന് എന്ന ഒരു അധ്യായം തന്നെ ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എവിടെ നിന്നാണ് ഈ ഖുർആനിലെ ആശയങ്ങൾ ഉറവ കൊണ്ടിട്ടുള്ളത് എന്ന് സാമാന്യമായ ഒരു ശാസ്ത്രബോധവും യുക്തിബോധവും അല്പം ചരിത്രബോധവുമുള്ള ആർക്കും മനസ്സിലാക്കാൻ ഉപകരിക്കുന്നതായിരുന്നു ഖുർആനിലെ ആ അധ്യായവും അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും. എന്നാൽ ഖുർആനിലെ ഈ അധ്യായമോ അല്ലെങ്കിൽ ഖുർആനിലെ കുറേ വാക്യങ്ങളോ മാത്രമല്ല, അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾ മുഹമ്മദ് വെച്ച് പുലർത്തിയിരുന്നു എന്നതിൻ്റെ തെളിവായി ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയും. ഞാൻ ആ ഒരു ക്ലാസ്സിൽ കൂടുതൽ ഹദീസുകൾ ഉദ്ധരിക്കാതിരുന്നത് സമയക്കുറവ് കൊണ്ടാണ്. എന്തായാലും ആ ഒരു ക്ലാസ്സിന് അനുബന്ധം എന്ന നിലക്ക് ഈ ജിന്നുകളും ചെകുത്താന്മാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഹദീസുകൾ കൂടി വായിച്ച് കേൾപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള ബുഖാരി എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്ന് കുറേ ഹദീസുകളും പിന്നെ മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഏതാനും ഹദീസുകളുമാണ് ഞാൻ വായിക്കുന്നത്. കൂടുതൽ വിശദീകരിക്കുന്നില്ല, കാരണം ഈ ഹദീസുകളൊക്കെ തന്നെ ഏറെക്കുറെ പൂർണ്ണമാണ്. ബുഖാരിയിലുള്ള ഒരു ഹദീസാണ്. CN അഹമ്മദ് മൗലവിയുടെ പരിഭാഷയിൽ നിന്ന് വായിക്കുകയാണ്. അബൂ ഹുറൈറ പറയുന്നു, തിരുമേനി അരുളി, നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചാൽ മനുഷ്യർ അത് കേൾക്കാതിരിക്കാൻ കീഴ്വായുവിൻ്റെ ശബ്ദം മുഴക്കിക്കൊണ്ട് പിശാച് പിന്തിരിഞ്ഞു പോകും. ബാങ്ക് വിളി പൂർത്തിയായിക്കഴിഞ്ഞാൽ അവൻ മടങ്ങി വരും. ഇഖാമത്ത് വിളിച്ചാലോ വീണ്ടും തിരിച്ചു പോകും. അത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരും. നമസ്കരിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൽ ചില ദുർബോധനങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കും. നീ ഇന്നത് ചിന്തിച്ചു കൊള്ളുക, ഇന്നത് ചിന്തിച്ചു കൊള്ളുക എന്നിങ്ങനെ. നമസ്കരിക്കുന്നവൻ ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കും പിശാച് ഓർമ്മപ്പെടുത്തുന്നത്. അവസാനം എത്ര റക്അത്ത് നമസ്കരിച്ചു എന്ന് പോലും മനുഷ്യന് ഓർമ്മയുണ്ടാവുകയില്ല. അപ്പോൾ ബാങ്ക് വിളിക്കുമ്പോൾ വളിയിട്ടുകൊണ്ട് ഓടും, അങ്ങനെ അത് ശല്യം ഉണ്ടാക്കും. നിസ്കരിക്കുമ്പോൾ പിശാച് വന്നിട്ട് നമ്മുടെ മനസ്സിൽ വേറെ ഓരോ ചിന്തകൾ സൃഷ്ടിച്ചു വിടും. അങ്ങനെ നിസ്കാരത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തെറ്റിക്കും. ഇതൊക്കെയാണ് ഈ ചെകുത്താൻ ജിന്നിൻ്റെ പ്രധാനപ്പെട്ട ചില ഡ്യൂട്ടികൾ. അതാണ് ഇവിടെ ഈ ഹദീസിൽ പറയുന്നത്. അടുത്ത ഹദീസ്, ചെകുത്താൻ്റെ മറ്റൊരു ഡ്യൂട്ടി നോക്കുക. അബൂ ഹുറൈറ പറയുന്നു, തിരുമേനി അരുളി, നിങ്ങളിൽ ഒരാൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ തലയുടെ പിൻഭാഗത്ത് പിശാച് 3 കെട്ട് കെട്ടും. രാവ് ഇനിയും വളരെ അധികമുണ്ട്, ഉറങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് ഓരോ കെട്ടിലും അവൻ അടിക്കും. മനുഷ്യൻ ഉണർന്ന് അള്ളാഹുവിനെ സ്മരിച്ചാൽ ഒരു കെട്ടഴിയും. അവൻ വുളു ചെയ്താൽ 2ാമത്തെ കെട്ടഴിയും. പിന്നീട് അവൻ നമസ്കരിച്ചാലോ മറ്റേ കെട്ടും അഴിയും. മാത്രമല്ല, പ്രഭാതവേളയിൽ ഉന്മേഷവാനായി അവൻ എഴുന്നേൽക്കും. മറിച്ചാണെങ്കിലോ ഉന്മേഷരഹിതനും മടിയനുമായി കൊണ്ടാണ് എഴുന്നേൽക്കുക. അപ്പോൾ ഉറങ്ങുമ്പോൾ പിശാചിൻ്റെ പണിയാണ് ഈ പറഞ്ഞത്. എന്നാൽ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് ഉറങ്ങുമ്പോൾ ആത്മാവ് അള്ളാഹു പിടിച്ചു വെക്കുന്നു എന്നാണ്. അള്ളാഹു ആത്മാവ് തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരുക എന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറയുന്നത് ഉറങ്ങുമ്പോൾ പിശാചാണ് നമ്മളെ ഉണരുന്നതിന് തടസ്സമാകുന്നത് എന്നാണ്. അടുത്ത ഹദീസ് ഇതിൻ്റെ കൂടെ തന്നെ പറയുന്ന അബ്ദുള്ള പറയുന്നു, നമസ്കാരത്തിൽ സംബന്ധിക്കാതെ നേരം പുലരും വരെ കിടന്നുറങ്ങുന്ന ഒരാളെക്കുറിച്ച് ഒരിക്കൽ തിരുമേനിയെ ചിലർ ഉണർത്തി. അവിടുന്ന് അരുളി, പിശാച് അവൻ്റെ ചെവിയിൽ മൂത്രമൊഴിച്ചിരിക്കുന്നു. അപ്പോൾ നിസ്കരിക്കാൻ രാവിലെ എണീക്കാതെ കിടന്നുറങ്ങാനുള്ള കാരണം പിശാച് ചെവിയിൽ മൂത്രമൊഴിച്ചതാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു എന്നാണ് ഈ ഹദീസിലുള്ളത്. ഇനി സ്വപ്നം കാണുന്നതിനെക്കുറിച്ച് അബൂ സയ്യിദ് പറയുന്നു, തിരുമേനി അരുളുന്നത് ഞാൻ കേട്ടു. നിങ്ങളിൽ വല്ലവനും താൻ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സ്വപ്നം കാണുന്നു എന്നിരിക്കട്ടെ, തീർച്ചയായും അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്. അവൻ അള്ളാഹുവിനെ സ്തുതിക്കുകയും അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുകയും ചെയ്യട്ടെ. വല്ലവനും താൻ വെറുക്കുന്ന തരത്തിലുള്ള ഒരു സ്വപ്നം കണ്ടു എങ്കിൽ തീർച്ചയായും അത് പിശാചിൽ നിന്നുള്ളതാണ്. അതുമൂലം ഉണ്ടായേക്കാവുന്ന നാശത്തിൽ നിന്നും അവൻ അള്ളാഹുവിൽ അഭയം തേടുകയും മറ്റാരോടും അത് പറയാതിരിക്കുകയും ചെയ്യട്ടെ.
അങ്ങനെ ചെയ്യുന്ന പക്ഷം ആ സ്വപ്നം കാരണം അവന് യാതൊരു ദോഷവും തട്ടുകയില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സ്വപ്നങ്ങളൊക്കെ കാണുന്നത് അള്ളാഹ് കാണിച്ചു തരുന്നതാണ്. നമുക്കിഷ്ടപ്പെടാത്ത സ്വപ്നങ്ങൾ കാണിച്ചു തരുന്നത് ചെയ്ത്താനാണ് എന്നർത്ഥം. ഇനി ചെയ്ത്താൻ്റെ ഒരു പ്രധാന ഡ്യൂട്ടി നമ്മൾ ജിന്ന് എന്ന അധ്യായത്തിൽ വിശദീകരിച്ച കാര്യം ഹദീസുകളിൽ കൂടുതൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ വിശദീകരണമാണ് ഈ ഹദീസ്. ആയിഷ പറയുന്നു, തിരുമേനി ഒരിക്കൽ ഇങ്ങനെ അരുളുന്നത് ഞാൻ കേട്ടു. മലക്കുകൾ മേഘത്തിലാണ് ഇറങ്ങുക. അന്നേരം ആകാശത്ത് തീരുമാനിച്ച കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചു കൊണ്ടിരിക്കും. അന്നേരം പിശാചുക്കൾ അത് കേൾക്കും. പ്രശ്നം വയ്ക്കുന്നവർക്ക് ആ വാർത്ത രഹസ്യമായി ആ പിശാചുക്കൾ അറിയിച്ചു കൊടുക്കും. പ്രശ്നക്കാർ ആ വാർത്തയോടൊപ്പം 100 കള്ളം സ്വന്തം കയ്യിൽ നിന്ന് കൂട്ടിച്ചേർക്കും. അപ്പോൾ ആകാശത്തിൻ്റെ മുകളിലേക്ക് മലക്കുകൾ ഇറങ്ങുന്നത് മഴക്കാറിലാണ്. അപ്പോൾ മഴക്കാർ എവിടെയാണ്? വല്ലയും മലക്കുകളൊക്കെ ഇരിക്കുന്ന ആകാശത്തിൻ്റെ മുകളിൽ നിന്നാണ് ഈ മഴക്കാർ വരുന്നത് എന്നർത്ഥം. അങ്ങനെ മഴക്കാറിൽ ഇറങ്ങി വന്നിട്ട് മലക്കുകൾ അള്ളാഹുവായിട്ടുള്ള ചർച്ച, അതുപോലെ അവർ തമ്മിലുള്ള ചർച്ച, ഇതെല്ലാം പിശാചുക്കൾ കേൾക്കുകയും എന്നിട്ട് അത് ചോർത്തിക്കൊണ്ടുവന്നിട്ട് പ്രശ്നം വെക്കലുകാർക്കും ജ്യോത്സ്യന്മാർക്കും ഒക്കെ കൊണ്ടു കൊടുക്കുകയും അവരതിലൊരു 100 കള്ളവും കൂടെ ചേർത്തിട്ട് അവരുടെ കച്ചവടം നടത്തുകയും ചെയ്യും എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇത് ഖുർആനിൽ വിശദമായി പല സ്ഥലത്ത് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ വിശദീകരണമാണ്. ഇനി പിശാചിൻ്റെ വേറൊരു ഡ്യൂട്ടി. അബൂ ഹുറൈറ പറയുന്നു, തിരുമേനി അരുളി, കോട്ടുവായ പിശാചിൻ്റെ പ്രവൃത്തികളിൽപ്പെട്ടതാണ്. നിങ്ങളിൽ വല്ലവനും കോട്ടുവായിടേണ്ടി വന്നാൽ തൻ്റെ കഴിവനുസരിച്ച് അതിനെ അവൻ അടക്കട്ടെ. കോട്ടുവായി ഇട്ടുകൊണ്ട് നിങ്ങളിൽ ഒരാൾ ഹാ എന്ന് പറഞ്ഞാൽ പിശാച് ചിരിക്കും. അപ്പോൾ കോട്ടുവായി ഇടിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ മറ്റൊരു ഡ്യൂട്ടി. പരിശുദ്ധ സ്വപ്നങ്ങൾ അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്, പേക്കിനാവുകൾ പിശാചിൽ നിന്നുള്ളതും. നിങ്ങളിൽ വല്ലവനും ഭയാനകമായ വല്ല സ്വപ്നവും കണ്ടാൽ അവൻ തൻ്റെ ഇടതുഭാഗത്തേക്ക് ഒന്ന് തുപ്പുകയും അതിൻ്റെ നാശത്തിൽ നിന്ന് അള്ളാഹുവിങ്കിൽ അഭയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു കൊള്ളട്ടെ, എങ്കിൽ അത് അവനെ ഉപദ്രവിക്കുകയില്ല. നിങ്ങളിൽ വല്ലവനും ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ അവൻ ഉളു എടുക്കുകയും 3 പ്രാവശ്യം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അവൻ്റെ നാസികാദ്വാരത്തിലാണ് പിശാച് രാത്രി കഴിച്ചു കൂട്ടുക. അപ്പോൾ നമ്മൾ മൂക്കിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചൊറിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തുമ്മുമല്ലോ, അത് പിശാച് മൂക്കിൽ ചൊറിച്ചിലുണ്ടാക്കുന്നത് കൊണ്ടാണ് നമ്മൾ തുമ്മുന്നത്. തുമ്മുമ്പോൾ പിശാച് മൂക്കിൽ നിന്ന് തെറിച്ച് പോവും. അപ്പോഴാണ് നമ്മൾ അൽഹംദുലില്ലാ അള്ളാഹുവിന് സ്തുതി എന്ന് അള്ളാഹുവിനെ സ്തുതിക്കുന്നത്. കാരണം ഈ തുമ്മലുണ്ടാക്കിക്കൊണ്ട് പിശാചിനെ നമ്മുടെ മൂക്കിൽ നിന്ന് തെറിപ്പിച്ച് കളഞ്ഞതിനാണ് നമ്മൾ അള്ളാഹുവിന് സ്തുതി പറയുന്നത്. പക്ഷേ ഈ തുമ്മൽ അലർജിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയല്ല ചെയ്യുക, ശപിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഈ പുസ്തകത്തിൻ്റെയൊക്കെ പൊടി തട്ടിയാൽ പിന്നെ തുരുതുരാ തുമ്മലാണ്. ചില ദിവസം എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ തന്നെ പറ്റില്ല തുമ്മൽ കാരണം. അപ്പോൾ ഞാൻ ആ ദിവസം ഒഴിവാക്കലാണ്. അപ്പോൾ ഞാനൊക്കെ അള്ളാഹുവിനെ സ്തുതിക്കാൻ നിൽക്കുകയാണെങ്കിൽ വേറൊന്നിനും നേരം കിട്ടില്ല എന്ന് മാത്രമല്ല, ഇത്രയും വലിയൊരു ശല്യം നമുക്ക് ഉണ്ടാക്കി തന്നതിന് അള്ളാഹുവിനെ സ്തുതിക്കേണ്ട ഗതികേടുമാണ് നമുക്ക്. സത്യത്തിൽ അള്ളാഹുവിനെ ശപിക്കുകയാണ് വേണ്ടത് അലർജി ഉണ്ടാക്കിയതിന്. എല്ലാ തുമ്മലും അലർജി അല്ല. തുമ്മൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു മെക്കാനിസമാണ്, ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. നമ്മുടെ മൂക്കിലൂടെ ശ്വാസകോശത്തിലേക്ക് മറ്റ് സാധനങ്ങൾ, പൊടിയും മറ്റ് സാധനങ്ങളും കയറിപ്പോവാതിരിക്കാൻ, അങ്ങനെ കയറാൻ വേണ്ടി ചെല്ലുമ്പോൾ അതിനെ പുറത്താക്കാൻ വേണ്ടിയുള്ള ഒരു മെക്കാനിസമാണ്. പക്ഷെ അത് ഹൈപ്പർ ആക്റ്റീവ് ആകുമ്പോഴാണ് അത് അലർജി ആയിട്ട് മാറുന്നത്. എല്ലാ സമയത്തും നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ എന്തെങ്കിലും താപവ്യത്യാസമോ ഈർപ്പമോ എന്തുണ്ടായാലും അതിനൊക്കെ നമ്മൾ തുമ്മിക്കൊണ്ടിരിക്കും. അത് ഇതിൻ്റെ ഒരു ഹൈപ്പർ ആക്ഷനാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒരു രോഗമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ തുമ്മൽ കാരണം ചിലപ്പോൾ നമ്മളെ കണ്ണിൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടു പോകും. അമിതമായി തുമ്മിക്കഴിഞ്ഞാൽ കണ്ണിൻ്റെ റെറ്റിനയൊക്കെ ഡിറ്റാച്ച് ചെയ്തു പോവുകയും കാഴ്ച നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന അസുഖം നമുക്കുണ്ടാവാം. അതുകൊണ്ട് തുമ്മലിന് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുകയല്ല വേണ്ടത്, ഓവറായിട്ട് തുമ്മുന്നവർ അള്ളാഹുവിനെ ശപിക്കുകയാണ് വേണ്ടത് എന്ന് ഒരു ദൈവവും ദൂതനും പറഞ്ഞു തന്നിട്ടുമില്ല. ഇനി പിശാചിൻ്റെ വേറൊരു ഡ്യൂട്ടി, അത് വളരെ രസകരമാണ്. നമ്മളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡ്യൂട്ടിയാണ് പിശാചിൻ്റെ ഡ്യൂട്ടി ആയിട്ട് ഇവിടെ പറയുന്നത്. അബൂ ഹുറൈറ പറയുന്നു, തിരുമേനി അരുളി, പിശാച് നിങ്ങളിൽ ഒരുത്തൻ്റെ അടുക്കൽ വന്ന് ചോദിക്കും, ആരാണ് ഇത് സൃഷ്ടിച്ചത്, ആരാണ് അത് സൃഷ്ടിച്ചത്. അങ്ങനെ അവസാനം അവൻ ചോദിക്കും, നിൻ്റെ നാഥനെ സൃഷ്ടിച്ചതാരാണ്. ആ ഘട്ടം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിങ്കൽ അഭയം പ്രാപിക്കുകയും അവനുമായുള്ള സംസാരം നിർത്തിക്കളയുകയും ചെയ്യുക.
അപ്പോൾ നിങ്ങളെ ഈ സ്രഷ്ടാവ് എന്നുള്ള വാദവും കൊണ്ട് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളെ ഈ പറയുന്ന സ്രഷ്ടാവിനെ ആരാണ് സൃഷ്ടിച്ചത് എന്നങ്ങാനും ചോദിച്ചു പോയാൽ ആ ചോദിച്ചോൻ പിശാചാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേഗം അവിടുന്ന് തടിയെടുത്തോളണം എന്നാണ് ഇവിടെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ കാലത്തും ആൾക്കാർ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഉത്തരം മുട്ടുമ്പോൾ തടി സലാമത്താക്കാനാണ് പ്രവാചകൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇനി മുഹമ്മദിൻ്റെ അടുത്ത് ജിന്നുകൾ പല വേഷത്തിലും വരികയും പല കോപ്രായങ്ങൾ കാണിക്കുകയും ചെയ്തതായിട്ട് ഒരുപാട് ഹദീസുകളിൽ പറയുന്നുണ്ട്. ഒരു മല്ലനായ ജിന്ന് വന്ന കഥ ഇവിടെ പറയുന്നു. അബൂ ഹുറൈറ പറയുന്നു, തിരുമേനി അരുളി, ജിന്നുകളിൽപ്പെട്ട ഒരു മല്ലൻ ഇന്നലെ രാത്രി എൻ്റെ മുമ്പിൽ വന്ന് ചാടി. നമസ്കാരത്തെ മുറിച്ചു കളയാനാണ് അവൻ വന്ന് ചാടിയത്. പക്ഷെ അവനെ പിടികൂടാൻ അള്ളാഹു എനിക്ക് സൗകര്യം ചെയ്തു തന്നു. പള്ളിയിലെ ഒരു തൂണിന്മേൽ അവനെ പിടിച്ചു കെട്ടാൻ ഞാൻ ഉദ്ദേശിച്ചു. നിങ്ങൾക്കെല്ലാം പുലർച്ചയ്ക്ക് അവനെ കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ എൻ്റെ സഹോദരൻ സുലൈമാൻ നബിയുടെ പ്രാർത്ഥന, രക്ഷിതാവേ എനിക്ക് ശേഷം മറ്റാർക്കും പിടിച്ചടക്കുക ക്ഷിപ്രസാധ്യമല്ലാത്ത ഒരാധിപത്യം എനിക്ക് നീ പ്രദാനം ചെയ്യണമേ എന്ന പ്രാർത്ഥന ഞാൻ ഓർത്തു. ഞാൻ അവനെ പിടിച്ചു കെട്ടാൻ തുനിഞ്ഞില്ല. അപ്പോൾ ഈ ചൈത്താന്മാരെ പിടിച്ചു കെട്ടലും ചൈത്താന്മാരെ അധീനത്തിലാക്കി കൊടുക്കലും ഒക്കെ സുലൈമാൻ നബിക്ക് പ്രത്യേകമായി കൊടുത്തിരുന്ന ഒരു അള്ളാഹുവിൻ്റെ കറാമത്താണ്. ആ കറാമത്ത് വേറെ ആർക്കും കൊടുക്കരുത് എന്ന് സുലൈമാൻ നബി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് ഓർത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ കെട്ടിയിട്ട പിശാചിനെ അയച്ചു വിട്ടു എന്ന് നല്ല ഒരു ഒന്നാന്തരം വിടൽസ് പ്രവാചകൻ അനുയായികളുടെ മുമ്പിൽ വിട്ടതാണിത്. ഈ മുഹമ്മദ് നബിയെ ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അതെന്താ സ്ഥിതി നോക്കുക. അബൂ ഹുറൈറ പറയുന്നു, തിരുമേനി അരുളുന്നത് ഞാൻ കേട്ടു. വല്ലവനും എന്നെ സ്വപ്നം കാണുന്ന പക്ഷം ഉണർന്നിരിക്കുമ്പോൾ തന്നെ വഴിയേ അവൻ എന്നെ കാണും. പിശാചിന് എൻ്റെ രൂപം കൈക്കൊള്ളാൻ കഴിയില്ല. വല്ലവനും എന്നെ സ്വപ്നം കാണുന്ന പക്ഷം അവൻ യഥാർത്ഥത്തിൽ എന്നെ തന്നെയാണ് കണ്ടത്. പിശാചിന് എൻ്റെ രൂപം കൈക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ മുഹമ്മദ് നബിയെ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ മൂപ്പരെ ഫോട്ടോ എടുത്ത് വെച്ചോളണം, ചിത്രം വരച്ച് വെച്ചോളണം. കാരണം മൂപ്പരെ യഥാർത്ഥ രൂപത്തിൽ മാത്രമേ ആളുകൾ സ്വപ്നം കാണുകയുള്ളൂ. ശൈത്താന് മൂപ്പരെ രൂപത്തിൽ സ്വപ്നത്തിൽ വരാൻ കഴിയില്ല എന്നർത്ഥം. ഇനി മലക്കുകളുടെ സംസാരം, ആകാശത്തു നിന്ന് കട്ട് കേൾക്കുന്ന കഥ, ജിന്ന് എന്ന ഖുർആൻ അധ്യായത്തിലെ കഥ വിശദമായിട്ട് പറയുന്ന ഹദീസാണ്. ഞാനത് വായിക്കാം. അബൂ ഹുറൈറ പറയുന്നു, തിരുമേനി അരുളിയതായി അദ്ദേഹം ഉദ്ധരിക്കുന്നു, ഉപരിലോകത്ത് വെച്ച് അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ മലക്കുകൾ അവൻ്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ചിറകിട്ടടിക്കും. പാറയിന്മേൽ ചങ്ങലയിട്ട് വലിക്കുന്ന ശബ്ദം പോലെയായിരിക്കും അത്. അവരുടെ മനസ്സിൽ നിന്ന് ഭയം നീങ്ങിപ്പോയാലോ അവർ പരസ്പരം ചോദിക്കും, എന്താണ് നിങ്ങളുടെ നാഥൻ കൽപ്പിച്ചത്? അള്ളാഹുവിൻ്റെ കൽപ്പന ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർ പറയും, സത്യമാണ് അവൻ കൽപ്പിച്ചിരിക്കുന്നത്, അവൻ അത്യുന്നതനും മഹാനുമത്രേ. കട്ടുകേൾക്കാനിരിക്കുന്നവർ ഈ സംഭാഷണം കേൾക്കും. കട്ടുകേൾക്കാനിരിക്കുന്നവർ ഒരുത്തൻ്റെ മീതെ മറ്റൊരുത്തനായിക്കൊണ്ട് നിലകൊള്ളുക. ചിലപ്പോൾ ഏറ്റവും മുകളിലിരുന്ന് കട്ടുകേൾക്കുന്നവന് താൻ കേട്ടത് തൻ്റെ അടുത്തിരിക്കുന്ന ആൾക്ക് കൂട്ടുകാർ എത്തിച്ചു കൊടുക്കും മുമ്പ് തന്നെ ഉൽക്ക കൊണ്ടുള്ള ഏറ് കിട്ടും. അതോടെ അവൻ കത്തിക്കരിഞ്ഞു പോകും. ചിലപ്പോൾ അവൻ തൻ്റെ അടുത്ത ആൾക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവന് ഉൽക്ക കൊണ്ടുള്ള ഏറ് കിട്ടുക. അപ്പോഴേക്കും ആ വിവരം അടുത്തിരിക്കുന്നവർക്ക് പകർന്ന് അവസാനം ഭൂമിയിലേക്ക് എത്തിക്കും. അവസാനം അത് മാരണക്കാരന്, പ്രശ്നക്കാരന് നൽകും. അവൻ അതിൻ്റെ കൂടെ 100 നുണ കൂട്ടി പറയും. അന്നേരം ജനങ്ങൾ അവൻ്റെ വാക്ക് വിശ്വസിക്കും. ഇന്ന ദിവസം ഇന്നത് സംഭവിക്കുമെന്ന് അയാൾ നമ്മളോട് പ്രവചിച്ചിരുന്നില്ലേ, അത് സത്യമായി ഇപ്പോൾ പുലർന്നത് നാം കണ്ടു കഴിഞ്ഞില്ലേ എന്ന് ജനങ്ങൾ പറയാൻ തുടങ്ങും. വാസ്തവത്തിലോ ആ പ്രവചനത്തിൽ പുലർന്നു കഴിഞ്ഞത് ആകാശത്തു ലഭിച്ച ആ വാർത്തയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് കട്ട് കേൾക്കുന്നത്? പിശാചുക്കൾ ഇങ്ങനെ നമ്മൾ ഈ ബിൽഡിങ്ങൊക്കെ വാർക്കുമ്പോൾ സിമൻറ്റ് പകർന്നു കൊടുക്കാൻ പണിക്കാർ നിൽക്കുന്ന മാതിരി ആകാശം മുതൽ ഭൂമി വരെ ഇങ്ങനെ തട്ടായിട്ട് വരിയായിട്ട് നിൽക്കും. എന്നിട്ട് അവിടുന്ന് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആൾക്ക് ഒരു രഹസ്യം അവിടുന്ന് ചോർത്തി കിട്ടിയാൽ കിട്ടിയ പാട് അവൻ അടുത്ത ആൾക്ക് കൈമാറും. മാറുമ്പോഴേക്കും അവിടുന്ന് അള്ളാൻ്റെ ഏറ് വരും. അള്ളാഹ് നക്ഷത്രം പെറുക്കി എറിയുന്നതാണ് ഉൽക്ക. അതാണ് ഖുർആനിൽ പഠിപ്പിക്കുന്ന കഥ. അപ്പോൾ അള്ളാഹു നക്ഷത്രം പെറുക്കി അവന് എറിയുമ്പോഴേക്ക് അവൻ കിട്ടിയ രഹസ്യം അടുത്ത ആൾക്ക് പകർന്നു കൊടുക്കും. അപ്പോഴേക്കും അള്ളാഹു അടുത്ത നക്ഷത്രം പെറുക്കിയെടുത്ത് അവനെ ഏറ് കൊള്ളുമ്പോഴേക്കും അവൻ ആ കയ്യിൽ കിട്ടിയ രഹസ്യം അടുത്ത പിശാചിന് കൊടുക്കും. അങ്ങനെ അള്ളാഹിൻ്റെ ഏറിനെ തോൽപ്പിച്ചിട്ട് വരിയായി നിൽക്കുന്ന പിശാചുകൾ പെട്ടെന്ന് ഈ രഹസ്യം കൈമാറി അവസാനത്തെ പിശാചിൻ്റെ, ഭൂമിയിലുള്ള പിശാചിൻ്റെ കയ്യിലെത്തും. അവൻ നേരെ കൊണ്ടുപോയിട്ട് പരപ്പനങ്ങാടി പണിക്കിരിക്ക് കൊടുക്കും.
പരപ്പനങ്ങാടി പണിക്കരടുത്തേക്ക് നിങ്ങൾ ജാതകം നോക്കാനും കൈ നോക്കാനും ചെല്ലുമ്പോൾ മൂപ്പര് നിങ്ങളുടെ ഭാവിയൊക്കെ പ്രവചിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ശരിയാവാൻ കാരണം ഇങ്ങനെ കിട്ടിയ വിവരമാണ് മൂപ്പര് പറയുന്നത് എന്നാണ് ഇവിടെ വിശദമായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇനി പിശാചിൻ്റെ വേറെ ഒരു പരിപാടി, ഒരു നീണ്ട ഹദീസ് ഞാൻ വായിക്കാം. ഇബ്നു അബ്ബാസ് പറയുന്നു, ഉക്കാള ചന്തയെ ലക്ഷ്യമാക്കി ഒരിക്കൽ തിരുമേനി ഒരു സംഘം അനുചരന്മാരോടൊപ്പം പോയി. പിശാചുക്കൾക്ക് വാനലോകത്തെ വാർത്തകൾ കേൾക്കുന്നത് തടയപ്പെട്ട ഘട്ടമായിരുന്നു അത്. തന്നിമിത്തം അഗ്നിജ്വാലകൾ കൊണ്ട് അല്ലെങ്കിൽ പന്തങ്ങൾ കൊണ്ട് അവർ എറിയപ്പെട്ടു. പിശാചുക്കൾ അവരുടെ ജനതയിലേക്ക് മടങ്ങി. നിങ്ങൾക്ക് എന്തു പറ്റിയെന്ന് ആ ജനത പിശാചുക്കളോട് ചോദിച്ചു. പിശാചുക്കൾ പറഞ്ഞു, ഞങ്ങൾക്കും വാനലോക വാർത്തകൾക്കും ഇടയിൽ തടസ്സം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നേരെ തീപ്പന്തങ്ങൾ എറിയപ്പെടുന്നു. ആ ജനത പറഞ്ഞു, നിങ്ങൾക്കും വാനലോക വാർത്തകൾക്കും ഇടയിൽ തടസ്സം സൃഷ്ടിക്കുന്ന എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം കണ്ടുപിടിക്കാൻ നിങ്ങൾ കിഴക്കും പടിഞ്ഞാറുമുള്ള സ്ഥലങ്ങളിലെല്ലാം സഞ്ചരിക്കുക. നിങ്ങൾക്കും വാനലോക വാർത്തകൾക്കും ഇടയിൽ വന്നു ഭവിച്ച തടസ്സം എന്തെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ തിഹാമയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞവർ നബിയുടെ അടുക്കൽ എത്തിച്ചേർന്നു. തിരുമേനിയും കൂട്ടുകാരുമാവട്ടെ നക്ലത്ത് പ്രദേശത്തുള്ള ഉക്കാൾ ചന്ത ലക്ഷ്യം വെച്ച് പോയതായിരുന്നു. അക്കൂട്ടർ എത്തിച്ചേർന്നപ്പോൾ തിരുമേനി അനുചരന്മാരോടൊപ്പം സുബഹ് നമസ്കരിക്കുകയാണ്. തിരുമേനി ഖുർആൻ ഓതുന്നത് അവർ ശ്രദ്ധിച്ചു കേട്ടു. വാനലോകത്തെ വാർത്തകൾ കേൾക്കുന്നതിൽ നമുക്ക് തടസ്സമുണ്ടാക്കിയത് ഈ സന്ദേശം തന്നെയാണ് എന്ന് അവർ അന്യോന്യം പറഞ്ഞു. തങ്ങളുടെ ജനതയിലേക്ക് തിരിച്ചു ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ സമുദായമേ, അത്ഭുതകരമായൊരു ഖുർആനാണ് ഞങ്ങൾ കേട്ടത്. അത് മനുഷ്യന് നേർമാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളിതാ അതിൽ വിശ്വസിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവിൻ്റെ അധികാരാവകാശങ്ങളിൽ അവന് ഒരു പങ്കാളിയെയും ഞങ്ങൾ സ്ഥാപിക്കുകയില്ല. അന്നേരമാണ് കുൽ ഊഹിയ ഇലയ്യ എന്ന അധ്യായം അള്ളാഹു നബിക്ക് അവതരിപ്പിച്ചു കൊടുത്തത്. തിരുമേനിക്ക് അള്ളാഹു നൽകിയ സന്ദേശം ജിന്നുകളുടെ വാക്കായിരുന്നു. നമ്മൾ പറഞ്ഞ ജിന്ന് എന്ന ഖുർആൻ സൂറത്ത് അവതരിച്ച് കിട്ടിയതിൻ്റെ പശ്ചാത്തലമാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി തീരെ പേർക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റാത്ത വിധത്തിൽ അവിടെ പാറാവുകാരെയൊക്കെ നിർത്തി ഇവരെ സ്കൂൾ തന്നെ പൂട്ടുന്ന രീതിയിലാക്കിയപ്പോഴാണ് ഇവർക്ക് എന്തോ സംഭവം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലായത്. അങ്ങനെ ആ സംഭവം എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് തിരുമേനി ഖുർആൻ ഓതിക്കൊണ്ട് സുബൈ നിസ്കരിക്കുന്നത് അവർ കണ്ടത്. അപ്പോൾ അവർക്ക് കാര്യം പിടികിട്ടി, ഇതാണ് നമുക്ക് ആകാശത്ത് കയറിപ്പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന്. അങ്ങനെ അവരെല്ലാവരും വിശ്വസിച്ചിട്ട് അവിടെ പോയി ജിന്നുകളോട് അവർ ഈ കാര്യം പറഞ്ഞ് ഉത്ബോധനം തുടങ്ങി എന്നൊക്കെയാണ് ഖുർആനിൽ നമ്മൾ വായിച്ചത്. ഇവിടെ വേറൊരു കോമഡി വൈരുദ്ധ്യം കൂടെ ഉണ്ട്. ഖുർആനിൽ മക്കക്കാർ മുഹമ്മദിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരു മറുപടി ഇതിന് നേരെ വിരുദ്ധമാണ്. മക്കക്കാർ ചോദിച്ചത്, എന്താണ് ഈ മലക്ക് ജിബ്രീൽ ഒക്കെ വന്നിട്ട് താങ്കൾക്ക് ഇങ്ങനെ ആയത്ത് കൊണ്ട് തരുന്നു, എന്നാൽ പിന്നെ ഞങ്ങൾക്കും ആ മലക്ക് നേരിട്ട് വന്നിട്ട് ഇങ്ങോട്ട് തന്നാൽ പോരെ എന്ന് മക്കക്കാർ സ്വാഭാവികമായിട്ട് ചോദിച്ചു. മലക്ക് നേരിട്ട് വന്ന് ഞങ്ങൾക്കിങ്ങനെ വെളിപാട് തന്നാൽ പോരെ, എന്തിനാണ് അതിൽ ഇടതലക്കാരനായിട്ട് നിങ്ങളൊരാൾ എന്ന് നബിയോടും മക്കക്കാർ ചോദിച്ചപ്പോൾ അതിന് അള്ളാഹുവിൻ്റെ വെളിപാടായിട്ട് തന്നെ മുഹമ്മദ് പറഞ്ഞ മറുപടി ഖുർആനിലുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഭൂമിയിൽ മലക്കുകളാണ് ജീവിക്കുന്നതെങ്കിൽ ഞാൻ മലക്കുകളെ പ്രവാചകനായി അയക്കുമായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഏത് സ്പീഷീസിൽപ്പെട്ട ജീവികളാണോ അവർക്ക് അവരുടെ ഇടയിൽ നിന്നുള്ള ഒരാളെ തന്നെ മാത്രമേ ദൂതനായിട്ട് ഇടനിലക്കാരനായിട്ട് അള്ളാഹു ഏർപ്പെടുത്തുകയുള്ളൂ എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ജിന്നുകളുടെ ഒരു ദൂതൻ വന്നിട്ട് ഉത്ബോധനം നടത്തുന്നതിന് പകരം ഈ മനുഷ്യൻ എന്ന് പറയുന്ന വേറൊരു സ്പീഷീസിൽപ്പെട്ട മുഹമ്മദിൻ്റെ ഉത്ബോധനം കേൾക്കാൻ എന്തിനാണ് ജിന്നുകൾ വന്ന് കുത്തിയിരിക്കുന്നത്? ജിന്നുകൾക്ക് ഖുർആൻ കേൾക്കാനും അല്ലെങ്കിൽ ജിന്നുകൾക്ക് സത്യം മനസ്സിലാക്കാനും ജിന്നുകളുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ എന്തുകൊണ്ടാണ് അള്ളാഹു നിശ്ചയിക്കാത്തത്? അപ്പോൾ അവിടെ ഇരട്ടത്താപ്പാണ്. അവിടെ ആദ്യം പറഞ്ഞ മറുപടി പൊളിയാണ്. ഇവിടെ മലക്കുകൾക്ക് മാത്രമേ വഹി കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ അതേ സിദ്ധാന്തം അനുസരിച്ച് ജിന്നുകൾക്ക് വഹി കൊടുക്കാൻ ജിന്നുകളുടെ പ്രവാചകൻ വേണ്ടേ? ഇവിടെ ജിന്നുകൾക്കും മനുഷ്യപ്രവാചകൻ വേണം, മനുഷ്യന്മാർക്കും മനുഷ്യപ്രവാചകൻ വേണം. പക്ഷേ മനുഷ്യർക്ക് നേരിട്ട് ജിന്നുകളും മലക്കുകളും പ്രവാചകന്മാരായി വന്നിട്ട് ഒന്നും ചെയ്യാനും പാടില്ല. അതെന്തൊരു ഏർപ്പാടാ! അതാണല്ലോ തട്ടിപ്പ് എന്ന് പറയുന്നത്. കാരണം
മനുഷ്യൻ്റെ നാവിലൂടെ പറയുമ്പോഴാണ് മനുഷ്യർക്ക് ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക. മനുഷ്യർ പല തട്ടിപ്പുകാരാണ്, പലതരത്തിലുള്ള അന്ധവിശ്വാസികളാണ്, അവർക്ക് പലതരത്തിലുള്ള കുഴപ്പങ്ങളുണ്ട്. അതുകൊണ്ട് അവർ പറയുന്നത് വിശ്വസിക്കാനാണ് നമുക്ക് കൂടുതൽ തെളിവ് വേണ്ടത്. നേരെ മറിച്ച് നമുക്കൊരു അത്ഭുത ജീവിയായ മലക്ക് വന്നിട്ട് നമ്മളോട് പറയുകയാണെങ്കിൽ നമുക്ക് അത് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. മലക്കിനെ കാണുകയും ആ അത്ഭുത ജന്തു നമ്മളോട് വന്ന് പറയുന്നതായിട്ട് നമ്മൾ കേൾക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അതിനൊരു വിശ്വാസ്യതയുണ്ട്, സുതാര്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു ജിന്ന് വന്നിട്ട് നമുക്ക് അത്ഭുതകരമായ രീതിയിൽ ഇതൊക്കെ പറഞ്ഞു തരികയാണെങ്കിലും നമുക്ക് അത് വിശ്വസിക്കാം. പക്ഷെ ഒരു മനുഷ്യൻ വന്നിട്ട് ഞാൻ ദൈവത്തിൻ്റെ ദൂതനാണ്, എനിക്കിങ്ങനെ വേറൊരാൾ ഇടനിലക്കാരനായി വേറൊരാൾ ദൈവത്തിൻ്റെ അടുത്തുനിന്ന് വന്ന ഒരാൾ എനിക്കിങ്ങനെ പറഞ്ഞു തന്നിരുന്നു, അയാളെ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല, അയാളെ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, അയാൾ രാത്രി എൻ്റെ അടുത്ത് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബടായി പറയുമ്പോൾ അത് വിശ്വസിക്കാനാണ് മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടുള്ളത്. അതിനാണ് അവർ തെളിവ് ചോദിക്കുക. അത് തന്നെയാണ് മുഹമ്മദിൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. തെളിവ് ചോദിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ പറഞ്ഞ് മലക്കുകളെ എനിക്കെന്താ ഞങ്ങൾക്കെന്താ മലക്കുകളെ കാണിച്ചു തരാത്തത്, മലക്കുകളെന്താ ഞങ്ങളുടെ അടുത്ത് വരാത്തത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി ഭൂമിയിൽ മലക്കുകളാണ് ജീവിക്കുന്നതെങ്കിൽ ഞാൻ മലക്കുകളെ അയക്കുമായിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലും ആകാശത്തുമൊക്കെ ജീവിക്കുന്ന ജിന്നുകളാണ് മുഹമ്മദിൻ്റെ അടുത്തേക്ക് ദൈവത്തിൻ്റെ സന്ദേശം കേൾക്കാൻ വേണ്ടി വരുന്നത്. അതിൻ്റെ ആവശ്യം എന്താണ്? ജിന്നുകളുടെ പ്രവാചകനെ അയച്ചാൽ പോരെ. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ ഒരു ഇരട്ടത്താപ്പും മുഹമ്മദിൻ്റെ ഒരു തട്ടിപ്പുമാണ് ഇവിടെ പൊളിയുന്നത്. ഇനി ജിന്നുകൾ കക്കാൻ വരുന്ന ഒരു കഥയുണ്ട്, ഹദീസ്, ബുഖാരി ഹദീസിൽ, അത് വായിക്കാം. അബൂ ഹുറൈറ പറയുന്നു, ഫിത്തർ സക്കാത്തിൻ്റെ ധാന്യത്തിന് കാവൽ നിൽക്കാൻ തിരുമേനി എന്നെ ഏൽപ്പിച്ചു. രാത്രി ഒരാൾ വന്നിട്ട് ആ ആഹാര സാധനം വാരിയെടുക്കാൻ തുടങ്ങി. ഞാൻ അയാളെ പിടികൂടി നിങ്ങളുടെ കേസ് തിരുമേനിയുടെ മുമ്പിൽ സമർപ്പിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ജീവിക്കാൻ വകയില്ലാത്തവനാണ്, എനിക്ക് കുടുംബത്തെ പുലർത്തണം, വലിയ വിഷമത്തിലാണ് എന്നെല്ലാം അയാൾ പറയാൻ തുടങ്ങി. ഞാൻ അയാളെ വിട്ടയച്ചു. നേരം പുലർന്നപ്പോൾ അബൂ ഹുറൈറ, നിങ്ങൾ ഇന്നലെ പിടികൂടിയ കള്ളൻ്റെ വാർത്ത എന്ത് എന്ന് തിരുമേനി ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദൈവദൂതരെ, ഞാൻ വളരെ വിഷമത്തിലാണ്, കുടുംബത്തെ പുലർത്തേണ്ടതുണ്ട് എന്നെല്ലാം സങ്കടം പറഞ്ഞപ്പോൾ അനുകമ്പ തോന്നി ഞാൻ അയാളെ വിട്ടയച്ചു. തിരുമേനി അരുളി, നിങ്ങൾ ഓർക്കണം, അവൻ പറഞ്ഞത് തനി കള്ളമാണ്, അവൻ ഇനിയും മടങ്ങി വരും. തിരുമേനിയുടെ വാക്കനുസരിച്ച് അവൻ മടങ്ങി വരുമെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ കാത്തിരുന്നു. അയാൾ വന്ന് ആഹാര സാധനങ്ങൾ വാരിയെടുക്കാൻ തുടങ്ങി. ഞാൻ അയാളെ പിടികൂടി. നിന്റെ കേസ് തിരുമേനിയുടെ മുമ്പിൽ സമർപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. എന്നെ വിട്ടേക്കുക, ഞാനൊരു ഞെരുക്കക്കാരനാണ്, എനിക്ക് എൻ്റെ കുടുംബത്തെ പുലർത്തേണ്ടതുണ്ട്, ഇനി വരികയേ ഇല്ല എന്ന് അയാൾ പറഞ്ഞു. അനുകമ്പ തോന്നി ഞാൻ അയാളെ വിട്ടയച്ചു. നേരം പുലർന്നപ്പോൾ അബൂ ഹുറൈറ, ഇന്നലത്തെ മോഷ്ടാവിൻ്റെ വാർത്ത എന്ത് എന്ന് തിരുമേനി ചോദിച്ചു. ദൈവദൂതരെ, അയാൾ അങ്ങേയറ്റത്തെ ഞെരുക്കം പറഞ്ഞു കുഞ്ഞുങ്ങളെ പുലർത്തേണ്ടതുണ്ട് എന്നെല്ലാം സങ്കടം പറഞ്ഞപ്പോൾ അനുകമ്പ തോന്നിയിട്ട് അയാളെ വിട്ടയച്ചു എന്ന് മറുപടി പറഞ്ഞു. തിരുമേനി അരുളി, അവൻ പറഞ്ഞത് കള്ളമാണ്, അവൻ ഇനിയും മടങ്ങി വരും. ഞാൻ അയാളുടെ വരവ് 3-ാം പ്രാവശ്യവും കാത്തിരുന്നു. അയാൾ വന്ന ആഹാര സാധനങ്ങൾ പതുക്കെ വാരിയെടുക്കുവാൻ തുടങ്ങി. ഉടനെ അയാളെ പിടികൂടിയിട്ട് നിങ്ങളുടെ കേസ് തിരുമേനിയുടെ മുമ്പിൽ സമർപ്പിക്കുമെന്നും ഇത് അവസാനത്തെയും 3-ാമത്തേതുമാണെന്ന് പറയുകയും ചെയ്തു. നിങ്ങൾ മടങ്ങി വരികയാണല്ലോ. അയാൾ പറഞ്ഞു, എന്നെ വിട്ടേക്കുക, നിങ്ങൾക്ക് ചില വാചകങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം. അവ മുഖേന അള്ളാഹു നിങ്ങൾക്ക് ചില പ്രയോജനങ്ങൾ കൈവരുത്തി തരും എന്ന് അയാൾ പറഞ്ഞു. എന്താണ് ആ വാചകങ്ങൾ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, നിങ്ങൾ രാത്രി ഉറങ്ങാൻ വിരിപ്പിൽ ചെന്നിരുന്നാൽ അള്ളാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി അവസാനം വരെ ഓതുക. അത് ഓതിക്കൊണ്ടിരിക്കുന്ന കാലമത്രയും അള്ളാഹുവിൽ നിന്നുള്ള ഒരു കാവൽക്കാരൻ നിങ്ങളെ കാത്തു രക്ഷിച്ചു കൊണ്ടിരിക്കും. പ്രഭാതം വരേക്കും ശൈത്താൻ നിങ്ങളെ സമീപിക്കുകയില്ല. അപ്പോൾ ഞാൻ അയാളെ വിട്ടയച്ചു. പ്രഭാതത്തിൽ തിരുമേനി എന്നോട് ചോദിച്ചു, നിങ്ങളുടെ കള്ളൻ ഇന്നലെ രാത്രി എന്തു ചെയ്തു? ഞാൻ പറഞ്ഞു, ദൈവദൂതരെ, അയാൾ എനിക്ക് ചില വാചകങ്ങൾ പഠിപ്പിച്ചു തന്നു. അതുവഴി അള്ളാഹു എനിക്ക് ചില നന്മകൾ കൈവരുത്തി തരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയാളെ വിട്ടയച്ചു. തിരുമേനി ചോദിച്ചു, ആ വാചകങ്ങൾ ഏതാ? ഞാൻ പറഞ്ഞു, നിങ്ങൾ രാത്രി ഉറങ്ങാൻ വിരിപ്പിൽ ചെന്നിരുന്നു കഴിഞ്ഞാൽ ആയത്തുൽ കുർസി അവസാനം വരെ ഓതിക്കൊള്ളുക. അത് ഓതിക്കൊണ്ടിരിക്കുന്ന കാലമത്രയും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു കാവൽക്കാരൻ നിങ്ങളെ കാത്തു രക്ഷിച്ചു കൊണ്ടിരിക്കും. പ്രഭാതം വരെയും പിശാച് നിങ്ങളെ സമീപിക്കുകയില്ല എന്നാണ് അയാൾ പറഞ്ഞത്. നല്ല കാര്യങ്ങൾ പഠിക്കാനും പ്രവർത്തിക്കാനും അത്യധികം ഉത്സുകരായിരുന്നു തിരുമേനിയുടെ അനുചരന്മാർ. ഇത് കേട്ടപ്പോൾ തിരുമേനി അരുളി, അവൻ വളരെയധികം കള്ളം പറയുന്ന സ്വഭാവക്കാരനാണെങ്കിലും നിങ്ങളോട് പറഞ്ഞത് സത്യം തന്നെയാണ്. ശരി അബൂ ഹുറൈറ, ഇക്കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ആരോടാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല, എനിക്കറിയില്ല. ഞാൻ മറുപടി നൽകി. അത് ശൈത്താനാണ് എന്ന് തിരുമേനി അരുളി. അപ്പോൾ ധാന്യങ്ങൾ കൂട്ടിവെച്ചെടുത്ത് വന്നിട്ട് ഈ ധാന്യങ്ങൾ കക്കാൻ വേണ്ടിയിട്ട് ശൈത്താൻ വരിക. അങ്ങനെ ശൈത്താനും പയ്യരം പറഞ്ഞിട്ട് രക്ഷപ്പെടുക. 2-3 പ്രാവശ്യം അയാളെ പിടിച്ച് കെട്ടാൻ നോക്കും. 3-ാമത്തെ പ്രാവശ്യം അയാൾ വന്നിട്ട് ആയത്തിൽ കുറിച്ച് ഓതിയാൽ ശൈത്താന്മാരെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പഠിപ്പിച്ചു കൊടുത്തു.
അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു എന്ന് നബിയോട് പറഞ്ഞപ്പോൾ അയാൾ പറയണൊക്കെ കള്ളാണെങ്കിൽ പറഞ്ഞത് നേരാണ് എന്ന് നബി പറഞ്ഞു. എന്നിട്ട് പിന്നെ ആ ആളാരാണ് എന്ന് നബി വിശദീകരിച്ചു. അത് ചെയ്ത്താനായിരുന്നു എന്ന് പറഞ്ഞു എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. അപ്പം ചെയ്ത്താൻ്റെ ഓരോരോ കുതന്ത്രങ്ങളാണ് ഇതൊക്കെ. എല്ലാ മനുഷ്യന്മാർക്കും ഓരോ ചെയ്ത്താൻ പാർട്ട്ണറായിട്ട് കൂടെ ഉണ്ടാവും എന്നാണ് വേറെ ഒരു ഹദീസിൽ, സഹീഹ് മുസ്ലിമിലുള്ള ഈ ഒരു ഹദീസിൽ പറയുന്നത്. അതുപോലെ കുളിമുറിയിലും കക്കൂസിലൊക്കെ പോയിട്ട് നമ്മൾ ഡ്രസ്സ് അയക്കുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ടില്ല എങ്കിൽ നമ്മളെ നഗ്നത ചെയ്ത്താൻ കാണും എന്ന് പറയുന്ന ഹദീസാണ് അടുത്തത്. മടയിൽ മൂത്രമൊഴിക്കരുത് എന്ന് പറയുന്ന ഒരു ഹദീസാണിത്. എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ മടയിലാണ് ജിന്ന് പാർക്കുന്നത്, അതുകൊണ്ട് അവിടെ ജിന്നിൻ്റെ മേലേക്ക് മൂത്രമൊഴിക്കരുത് എന്ന് പ്രവാചകൻ പറയുന്നതാണ് ഹദീസ്. പാമ്പുകളൊക്കെ ജിന്നുകളാണ് എന്നും അതുകൊണ്ട് പാമ്പ് വന്നാൽ നിങ്ങൾ ആദ്യം പോകാൻ പറയുക, വാണിംഗ് കൊടുക്കുക, എന്നിട്ട് പോയില്ലെങ്കിൽ കൊന്നുകളയുക. കാരണം നിങ്ങൾ പോകാൻ പറഞ്ഞിട്ടും പോകുന്നില്ലെങ്കിൽ അത് ചെയ്ത്താനാണ്, അപ്പോൾ കൊന്നുകളയുക എന്ന് പറയുന്നുണ്ട്. അതാണ് ഈ പറയുന്ന ഹദീസ്. അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. മദീനയിൽ ജിന്നുകളുണ്ട്. അതിൽ കുറേ ജിന്നുകൾ മുസ്ലിങ്ങളാണ്, അല്ലാത്ത ജിന്നുകൾ കാഫിറുകളാണ്. അപ്പോൾ പാമ്പിൻ്റെ രൂപത്തിൽ നിങ്ങളെ വീട്ടിലെ ഈ ജിന്ന് കയറിക്കഴിഞ്ഞാൽ 3 ദിവസം നിങ്ങൾ പോകാൻ പറഞ്ഞിട്ടും 3 ദിവസം പൂങ്കുളത്തിൻ്റെ ഉള്ളിൽ പോകുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ കൊന്നോളി, അത് മുസ്ലിം അല്ല, ചെയ്ത്താനാണ് എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. സൈത്താൻ ഡസ് നോട്ട് ഓപ്പൺ എ ലോക്ക്ഡ് ഡോർ ഓർ അൺടൈ എ ടൈഡ് നോട്ട് ഓർ അൺകവർ എ വെസൽ. ഒരു കെട്ടയക്കാനോ ഒരു പാത്രത്തിൻ്റെ മൂടി തുറക്കാനോ ഒരു വാതിലിൻ്റെ ലോക്ക് തുറക്കാനോ ഒന്നും ചെയ്ത്താനെ കൊണ്ട് കഴിയില്ല എന്നാണ്. ഡോണ്ട് ക്ലീൻസ് യുവർ സെൽഫ് വിത്ത് ഡങ് ഓർ വിത്ത് ബോൺസ് ഫോർ ദാറ്റ് ഈസ് ദ ഫുഡ് ഓഫ് യുവർ ബ്രദേഴ്സ് ഫ്രം എമംഗ്സ് ദ ജിൻ. ഉണങ്ങിയ ചാണകം കൊണ്ടോ അല്ലെങ്കിൽ എല്ലിൻ്റെ കഷ്ണം കൊണ്ടോ നിങ്ങൾ മൂത്രമൊഴിച്ചാലും കക്കൂസ് പോയാലും വൃത്തിയാക്കാൻ ശ്രമിക്കരുത്. കാരണം അത് വൃത്തികേടായതുകൊണ്ടല്ല, അത് ജിന്നുകളുടെ ഭക്ഷണമായതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊരു ഉണങ്ങിയ ചാണകത്തിൻ്റെ കട്ട എടുത്തിട്ട് നിങ്ങൾ മൂത്രമൊഴിച്ചിട്ട് അതുകൊണ്ട് വൃത്തിയാക്കുകയാണെങ്കിൽ ആ ചാണകക്കട്ട പിന്നെ ജിന്നുകളെടുത്ത് തിന്നും. അതുകൊണ്ട് നിങ്ങളത് ചെയ്യാൻ പാടില്ല എന്നാണ്. അതുപോലെ ഒരു എല്ലിൻ്റെ കഷ്ണം എടുത്തിട്ട് നിങ്ങൾ ഈ പണി ചെയ്യരുത്. കാരണം എല്ലൊക്കെ ജിന്നുകൾക്ക് തിന്നാനുള്ള ഭക്ഷണമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. സ്കൂളിലെ കുട്ടികളൊക്കെ ടോയ്ലറ്റിൽ പോകുമ്പോൾ ജിന്നിനെ പേടിച്ചിട്ട് പോവാതിരുന്നു എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കഥ പറഞ്ഞത് അതുകൊണ്ടാണ്. കഥയല്ല, എൻ്റെ അനുഭവം പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം ഇതൊക്കെയാണ് മദ്രസകളിലും ഉസ്താദന്മാർ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ജിന്നുകൾ കക്കൂസിൽ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഈ മനുഷ്യൻ്റെ മറ്റ് ജന്തുക്കളുടെയൊക്കെ വിസർജ്യങ്ങളാണ് അവരുടെ ഭക്ഷണം. അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ വരുന്നത്. അപ്പോൾ നമ്മളവിടെ പോയാൽ അവരുടെ ഉപദ്രവം ഉണ്ടാവും എന്ന് കുട്ടികൾ പേടിക്കുകയാണ്, ഉസ്താദ് പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. ഇനി അറേബ്യയിൽ ഈ ജിന്ന് എന്ന് പറയുന്ന അന്ധവിശ്വാസങ്ങൾ എത്രമാത്രം വിപുലവും വ്യാപകവുമായിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ അറബി സാഹിത്യത്തിലും അറബി കഥാസമാഹാരങ്ങളിലും അറേബ്യൻ ചരിത്രത്തിലും ഒക്കെ നമുക്ക് കാണാം. ഇവിടെ ഞാൻ ഈ ജിന്നുകളെക്കുറിച്ചുള്ള 10 തരം ജിന്നുകളുണ്ട് എന്നുള്ള ഒരു വിശദീകരണം ലൈഫ് ഇൻ സൗദി അറേബ്യ .net എന്ന് പറയുന്നൊരു വെബ്സൈറ്റിൽ നിന്ന് എടുത്തതാണ്. ഈ 10 ടൈപ്പ് ജിന്നുകൾ അക്കോർഡിംഗ് ടു ഇസ്ലാമിൻ്റെ വിശ്വാസം അനുസരിച്ച് എന്നാണ് പറയുന്നത്. ഇതൊക്കെ ജാഹിലിയ കാലത്ത് മുഹമ്മദ് നബി പ്രവാചക വേഷം കെട്ടുന്നതിന് മുമ്പ് അറേബ്യയിലെ ഈ ഗോത്ര മനുഷ്യർ ആ മരുഭൂമിയിൽ അവരുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്ന കഥകളാണ്. ആ കഥകളെല്ലാം മുഹമ്മദ് വിശ്വസിച്ചിരുന്നു. അതനുസരിച്ച് അതെല്ലാം ഇസ്ലാമിൻ്റെ ഭാഗമായി മാറി. അങ്ങനെ മാറിയപ്പോൾ അറേബ്യയിൽ അന്നുണ്ടായിരുന്ന 10 തരം ജിന്നുകൾ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഈ 10 തരം ജിന്നുകളുടെ പേരുകളാണെന്ന് പറയുന്നത് ഹീൻ, ഔല്, ജാൻ, മാരിദ്, ഇഫ്രീത്ത്, ഷിക്ക്, നസ്നാസ്, പാലീസ്, സിലാത്ത്, ഷെയ്ത്താൻ. ഈ 10 തരം ജിന്നുകൾ. ഹീൻസ് എന്ന് പറയുന്ന ജിന്നുകൾ നായ്ക്കളുടെ രൂപത്തിലാണ് നടക്കുക. അതാണ് ഒന്നാമത്തെ ടൈപ്പ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഗൗൽ എന്ന് പറയുന്ന ജിന്നുകൾ രക്തം കുടിക്കുന്ന ഒരു തരം ജിന്നുകളാണ്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഗൗൽ ഫീഡ്സ് ഓൺ ദ ബ്ലഡ് ആൻഡ് ഫ്ലഷ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, എസ്പെഷ്യലി ട്രാവലേഴ്സ്. ഈ യാത്രക്കാരായ മനുഷ്യരുടെ രക്തവും
മാംസവും ഭക്ഷിക്കുന്നവരാണ് ഈ ഗൗൽ എന്ന് പറയുന്ന ജിന്നുകൾ. ശവക്കുഴിയിൽ നിന്ന് കുട്ടികളുടെയും മൃതദേഹങ്ങളൊക്കെ മോഷ്ടിച്ചെടുത്ത് അതും ഇവർ ഭക്ഷിക്കുമെന്നാണ് പറയുന്നത്. ഗൗൽ എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ ടൈപ്പ് ജിന്നുകൾ. അപ്പോൾ മരിച്ച മനുഷ്യനെ കൊന്നിട്ടും മനുഷ്യൻ്റെ ഇറച്ചിയും ചോരയൊക്കെ എടുത്ത് കഴിക്കുന്ന ജിന്നുകളാണ് ഗൗൽ, ഭീകരന്മാരാണ്. അടുത്ത ടൈപ്പ് ജാൻ. ദിസ് കൈൻഡ് ഓഫ് ജിൻ ഈസ് ദ ഷേപ്പ് ഷിഫ്റ്റർ ദാറ്റ് ലിവ്സ് ഇൻ ഡെസേർട്സ് ആൻഡ് യൂഷ്വലി അപ്പിയേഴ്സ് ഇൻ ദ ഫോം ഓഫ് ദ വേൾവിൻഡ് ഓർ വൈറ്റ് ക്യാമൽസ്. മരുഭൂമിയിൽ ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിലും വെളുത്ത ഒട്ടകങ്ങളുടെ രൂപത്തിലും ഒക്കെ പ്രത്യക്ഷപ്പെടുകയും ഷേപ്പ് മാറുകയും ചെയ്യുന്ന മരുഭൂമിയിൽ വസിക്കുന്ന ജിന്നുകളാണ് ജാൻ എന്ന് പറയുന്നത്. ദേ ആർ ദ എനിമീസ് ഓഫ് ദ ഗൗൽ. ദേ ആർ ഓപ്പൺ മൈൻഡഡ് അബൌട്ട് ഹ്യൂമൻസ് ആൻഡ് വേർ എമംഗ് ദ ഫസ്റ്റ് ജിൻ എൻകൗണ്ടേർഡ് ബൈ ദി ഹ്യൂമൻസ് ആൻഡ് ദേ ആൾസോ ക്യാൻ ഹൈഡ് ഓർ റിവീൽ വയാസിസ് ഇൻ ദി ഡെസേർട്ട്. ഇതാണ് ജിന്നുകൾ എങ്ങനെയാണ് ഉണ്ടായത് എന്നതിൻ്റെ ഒരു കഥ ഞാൻ മുമ്പ് ഒരു പ്രസൻറ്റേഷനിൽ പറഞ്ഞിരുന്നു. അതിനെ ശരിവെക്കുന്ന ഒരു തെളിവാണിത്. മരുഭൂമിയിൽ നമ്മൾ കാണുന്ന ഇല്യൂഷൻസ്, നമ്മുടെ വിഷ്വൽ ഇല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അപക്കാഴ്ചകളുണ്ട്, മായക്കാഴ്ചകൾ. അതിലൊന്നാണ് മരീചിക പോലെയുള്ള കാഴ്ചകൾ മരുഭൂമിയിൽ കാണുന്നതിൻ്റെ ഫിസിക്സും അതിൻ്റെ ശാസ്ത്രവും ഒന്നും മുഹമ്മദ് നബി ജീവിച്ചിരുന്ന കാലത്ത് അറബികൾക്ക് അറിയില്ലായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, ഫിസിക്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അറിയാം അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന്. അതൊന്നും അറിയാത്ത കാലത്ത് മരുഭൂമിയിൽ ചിലപ്പോൾ ഒട്ടകത്തിനെ കാണും, അടുത്ത് ചെല്ലുമ്പോൾ അത് അപ്രത്യക്ഷമാവും, വെള്ളം കാണും, അത് അടുത്ത് ചെല്ലുമ്പോൾ അപ്രത്യക്ഷമാവും, ഇല്ലാത്ത കാഴ്ചകൾ കാണും. ഇതിനാണ് മരീചിക എന്ന് പറയുന്നത്. അങ്ങനെ മരീചികകൾ ഉണ്ടാക്കുന്നത് ജിന്നുകളാണ് എന്നാണ് അറബികൾ വിശ്വസിച്ചിരുന്നത്. അത്തരം മരുഭൂമിയിൽ വസിച്ചിരുന്ന ജിന്നുകളുടെ പേരാണ് ജാൻ എന്ന് പറയുന്നത്. മാരിദ്, a type of jinn that is huge and powerful. They are also mentioned in pre-Islamic Arabian mythology. In Arabic, Marid is used to refer to giants. അപ്പോൾ വലിയ രാക്ഷസന്മാരുടെ കോലത്തിലുള്ള വലിയ വലിപ്പത്തിലുള്ള ജിന്നുകളാണ് മാരിദുകൾ. According to the information in some pre-Islamic mythology, Marid is described as the most powerful jinn with great powers. They have free will, but they could be compelled to perform chores. മനുഷ്യർക്ക് ഇവരെ കൊണ്ട് നിർബന്ധിച്ച് പണിയൊക്കെ എടുപ്പിക്കാൻ പറ്റും. ഭയങ്കര മല്ലന്മാരായിരുന്നു. അതാണ് ഒരു മല്ലനായ ജിന്ന് വന്നു എന്ന് പറഞ്ഞ് നമ്മൾ വായിച്ചല്ലോ, അയാളെ പിടിച്ച് കിട്ടി എന്നൊക്കെ പറഞ്ഞല്ലോ. ഇഫ്രീത്താണ് വേറെ ഒരു ടൈപ്പ്. ഇഫ്രീത്ത് ഈസ് ദ ടൈപ്പ് ഓഫ് infernal jinn that is powerful and cunning. They are also known as enormous winged creatures of fire. They live underground in societies structured along ancient Arab tribal lines. They generally marry other jinns, but they can also marry a human being. Humans use magic force to enslave them or even kill them. They are often described as ruthless, wicked creatures. Ifrit jinn is also mentioned in a hadith. Prophet Muhammad said, "An ifrit of the jinn came to me yesterday suddenly so as to spoil my prayer. But Allah enabled me to overpower him." സഹീഹുൽ ബുഖാരി. അപ്പം നിസ്കരിക്കുമ്പോൾ ഒരു ജിന്ന് വന്ന് പഴപ്പിക്കാൻ നോക്കി എന്ന് പറഞ്ഞത് അത് ഇഫ്രീത്തായിരുന്നു. ഇഫ്രീത്തിനെ കുറിച്ചൊക്കെ അറബി കഥകളിൽ ധാരാളം കഥകൾ വന്നിട്ടുണ്ട്. അടുത്തത് ഷിക്ക്. Shik is a weaker kind of jinn that looks like a monster, half-formed creatures. In Arabic, Shik means split, and it is evident why it is called so. ചിത്രം കൊടുത്തിട്ടുണ്ട് ഈ വെബ്സൈറ്റിൽ. ഇതാണ് ഷീക്ക് എന്ന് പറയുന്ന ദുർബലരായ ജിന്നുകൾ. അടുത്തത് നാസ്നാസ് ഈസ് അനദർ വീക്ക് ടൈപ്പ് ഓഫ് ജിൻ, യൂഷ്വലി നോൺ ആസ് ദി ഓഫ്സ്പ്രിങ് ഓഫ് ഷീക്ക് ആൻഡ് ഹ്യൂമൻ ബീങ്സ്. They are the hybrids of human-like and animals-like forms. മനുഷ്യർ പ്രസവിക്കുന്ന എന്തെങ്കിലും വൈകല്യങ്ങളുടെ കുട്ടികളൊക്കെ പണ്ട് കാലത്ത് ഇതുപോലെ പിശാചിൻ്റെ മക്കളാണ് എന്ന് വിശ്വസിച്ചിരുന്നു. അത് അറബികൾക്കിടയിലും അത്തരം വിശ്വാസങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം കുട്ടികളെയൊക്കെ കൊന്നുകളയുന്ന സമ്പ്രദായവും ഈ കാലത്തുണ്ടായിരുന്നു. ഇതെല്ലാം അറേബ്യയിലുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളാണ്. അതിൽപ്പെട്ട ഒരു ജിന്നാണ് ഈ നസ്നാസ് എന്ന് പറയുന്നത്. പാലീസ്.
Palis lives in desert and is known as a food licker that attracts the sleeping people and drains the blood from their bodies by licking the soles of their feet. മരുഭൂമിയിൽ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കാല് നക്കിയിട്ട് ചോര കുടിക്കുന്ന ഏർപ്പാടാണ് ഈ പാലീസുകൾക്കുള്ളത്. അത്തരം ജിന്നുകൾ ഉണ്ടായിരുന്നു. സീലാത്ത് ഈസ് the smartest shapeshifters creatures that can mimic human appearance very easily. They are also part of Persian folklore and are also described as the misinterpretation of a Mongolian warrior. മനുഷ്യൻ്റെ വേഷം കെട്ടാൻ പെട്ടെന്ന് മനുഷ്യവേഷം കെട്ടാൻ കഴിയുന്ന ജിന്നുകളാണ് സീലാത്ത്. ഷെയ്ത്താൻ is the devil and the mischievous jinn as confirmed by Islam through Hadith and Quran. He only has the power to cast evil suggestions in the mind of human beings. Iblis is a type of shaitan which is well known because he refused to bow to Prophet Adam. Although the word Iblis is mentioned 11 times in the Holy Quran, the term shaitan is more prevalent. No doubt Iblis is sometimes referred to as shaitan. The terms are not interchangeable. ഇബ്ലീസിൻ്റെ ഭേദങ്ങൾ തന്നെയാണ് ശൈത്താന്മാർ. മനുഷ്യൻ്റെ മനസ്സിലെല്ലാ ദുഷ്ടചിന്തകളും സൃഷ്ടിക്കുക എന്നുള്ളതാണ് മൂപ്പരെ പണി. മൂപ്പരാണ് അള്ളാൻ്റെ കഥയിലെ ഏറ്റവും വലിയ വില്ലൻ. പക്ഷേ യഥാർത്ഥ വില്ലൻ മൂപ്പരല്ല, അള്ളാഹു തന്നെയാണ് എന്ന് ഖുർആൻ വളരെ ക്ലിയറായിട്ട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ശൈത്താൻ എന്ന കഥാപാത്രത്തെ ബോധപൂർവം സൃഷ്ടിച്ച് പറഞ്ഞയച്ചത് അള്ളാഹു എന്ന പെരുഞ്ചെയ്ത്താൻ തന്നെയാണ് എന്നാണ് ഇസ്ലാമിലെ കഥ നമ്മളോട് പറയുന്നത്. അറേബ്യയിൽ മുഹമ്മദിൻ്റെ മുമ്പ് ജാഹിലിയ കാലത്ത് പലതരം ജിന്നുകളെ കുറിച്ചുള്ള വിശ്വാസങ്ങളും കെട്ടുകഥകളും പ്രചരിച്ചിരുന്നു എന്നും അതെല്ലാം കേട്ട് അതെല്ലാം കണ്ണടച്ച് വിശ്വസിച്ചിരുന്ന ഒരു തനി അന്ധവിശ്വാസിയായിരുന്നു മുഹമ്മദ് എന്നും ഈ കഥകളിൽ നിന്ന് നമുക്ക് ബോധ്യമാകും. ആ അന്ധവിശ്വാസങ്ങൾ മുഴുവൻ തൻ്റെ വെളിപാട് പുസ്തകങ്ങളിലും എഴുതി വെച്ചതുകൊണ്ട് തന്നെ മുഹമ്മദ് നമ്മുടെ സാമാന്യ ബുദ്ധിയുടെ മുമ്പിൽ തെളിയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആശയങ്ങളും അദ്ദേഹം വിശ്വസിച്ചിരുന്ന അന്ധവിശ്വാസങ്ങളും അദ്ദേഹം കേട്ടറിഞ്ഞിരുന്ന അറേബ്യൻ കെട്ടുകഥകളും മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വെളിപാടുകളുടെ യഥാർത്ഥ സോഴ്സായിട്ട്, യഥാർത്ഥ ഉറവിടമായിട്ട് വർത്തിച്ചിട്ടുള്ളത് എന്ന പച്ച പരമാർത്ഥമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഇന്ന് നമുക്കൊക്കെ അറിയാം ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ മനുഷ്യരിൽ എങ്ങനെയാണ് വന്ന് പെട്ടത്. കാരണം ആ കാലഘട്ടത്തിൽ പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ, ഇപ്പോൾ മരുഭൂമിയിലെ മരീചിക എന്തുകൊണ്ടുണ്ടാകുന്നു, ഈ ഖുറാനിലെ കഥ പറയുന്ന ഉൽക്ക എന്ന് പറയുന്ന രാത്രിയിൽ ഈ അറബികൾ ഇങ്ങനെ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർ കാണുന്നൊരു കാഴ്ചയാണ്. നക്ഷത്രങ്ങൾ ഇങ്ങനെ പറന്നു പോകുന്നതായിട്ടാണ് മനുഷ്യർക്ക് ഉൽക്കകൾ വീഴുമ്പോൾ തോന്നുക. അത് നമുക്കൊക്കെ കാണാൻ പറ്റും. രാത്രിയിൽ നിങ്ങൾ കുറച്ച് സമയം നല്ല മഴക്കാറൊന്നും ഇല്ലാത്ത ഒരു രാത്രിയിൽ കുറേ സമയം നിങ്ങൾ മേലോട്ട് നോക്കി ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നക്ഷത്രം പറന്നു പോകുന്നത് പോലെ പറക്കുന്നത് കാണാൻ പറ്റും. ചില കാലത്ത് അത് വളരെ കൂടുതലായിട്ട് വരും, ചില സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ഇതിന് കൊള്ളിമീൻ എന്നൊക്കെ പറയും. നക്ഷത്രങ്ങൾ പറന്നു പോകുന്നത് പോലെ തോന്നുന്ന കൊള്ളിമീൻ എന്ന് നമ്മൾ വിളിക്കുന്ന ആ സാധനം യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ഇന്ന് നമുക്കൊക്കെ അറിയാം. ശാസ്ത്രം അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ സൗരയൂഥമൊക്കെ രൂപപ്പെടുന്ന സമയത്ത്, ഗ്രഹങ്ങളൊക്കെ രൂപപ്പെടുന്ന സമയത്ത് അതിലൊന്നും പെടാതെ കുറേ കല്ലിൻ്റെ കഷ്ണങ്ങൾ ഈ സൗരയൂഥത്തിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഗ്രഹത്തിൻ്റെ ആകർഷണ വലയത്തിൽ പെടുമ്പോൾ മാത്രം അത് ആ ഗ്രഹത്തിലേക്ക് വീഴും, അല്ലാത്ത സമയം അതിങ്ങനെ സൗരയൂഥത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ ധാരാളം കല്ലിൻ്റെ കഷ്ണങ്ങൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ചില കല്ലുകൾ ഭൂമിയുടെ ആകർഷണ വലയത്തിൽ പെട്ടിട്ട് ഭൂമിയിലേക്ക് വീഴും. അങ്ങനെ വീഴുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷ വായുവിൽ കൂടെ അത് ഭൂമിയിലേക്ക് ശക്തമായിട്ട് ഭൂമിയുടെ ആകർഷണ ബലം കൊണ്ട് വീഴുമ്പോൾ ഈ വായുവുമായിട്ട് ഉരസുന്നു. വായുവുമായിട്ടുള്ള ഈ ഘർഷണം കാരണം അത് കത്തിപ്പോവും. അങ്ങനെ കത്തുമ്പോഴാണ് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ നക്ഷത്രങ്ങൾ പറന്നു പോകുന്നത് പോലെ തോന്നുന്നത്. ചെറിയ കല്ലിൻ്റെ കഷ്ണങ്ങൾ വായുവിൽ കൂടെ ഭൂമിയിലേക്ക് വീഴുകയും വായുവുമായുള്ള ഘർഷണത്തിൽ അത് കത്തിപ്പോവുകയും ചെയ്യുന്നതാണ് ഉൽക്ക എന്ന് പറയുന്നത്. ചിലത് വലിയ കഷ്ണമാണെങ്കിൽ മുഴുവൻ കത്താതെ കുറച്ച് ഭാഗം ഭൂമിയിൽ വന്ന് വീഴും. അങ്ങനെ വീണിട്ടുള്ള ഉൽക്കകളാണ് ഭൂമിയിൽ ഇന്ന് ലഭ്യമായിട്ടുള്ള ആയിരക്കണക്കിന് ഉൽക്കകൾ നമ്മൾ കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും വീണുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ ഉൽക്കൊക്കെ വീണാൽ ചിലപ്പോൾ വലിയ ഗർത്തങ്ങളുണ്ടാവും, വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉൽക്ക വീണുണ്ടായ ഗർത്തങ്ങളൊക്കെ ഭൂമിയിലുണ്ട്. ചന്ദ്രനിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ
വസൂരിക്കര പോലെ ചന്ദ്രനിൽ കുത്തുകൾ കാണാം പാറയിൽ. ആ കുത്തുകളെല്ലാം അവിടെ ഉൽക്ക വീണതാണ്. അവിടെ വീഴുന്ന ഉൽക്ക കത്തിപ്പോവില്ല, കാരണം അവിടെ വായു ഇല്ലാത്തതുകൊണ്ട് വീഴുന്ന ഉൽക്കയെല്ലാം ചന്ദ്രനിൽ വന്ന് വീഴും. അങ്ങനെ ഉൽക്ക വീണതിൻ്റെ കുഴികളാണ് ചന്ദ്രനിലെ കാണുന്നത്. ഇങ്ങനെ കല്ല് വീഴുന്നത് അന്തരീക്ഷ വായുവിൽ കത്തിപ്പോകുന്നതാണ് നക്ഷത്രം പറന്നു പോകുന്നത് പോലെ താഴെ നിന്ന് നോക്കിയാൽ നമുക്ക് തോന്നുന്നത്. ഇത് അറബികൾ രാത്രിയിൽ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ കാഴ്ച കണ്ടു. ആ കാഴ്ചക്ക് അവർ അവരുടെ ഭാവനയിൽ നെയ്തുണ്ടാക്കിയ, അവരുടെ ജിന്ന് വിശ്വാസവുമായിട്ട് ചെകുത്താൻ വിശ്വാസവുമായി ബന്ധപ്പെടുത്തി നെയ്തുണ്ടാക്കിയ കഥയാണ് മുഹമ്മദ് ഖുറാനിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. ചെകുത്താന്മാർ അവിടെ കട്ട് കേൾക്കാൻ പോകും. ആകാശത്തിൻ്റെ ചോട്ടിൽ കട്ട് കേൾക്കാനിരിക്കുമ്പോൾ അള്ളാഹു ചെകുത്താനെ ഈ നക്ഷത്രം പെറുക്കി എറിയുന്നതാണ് ഉൽക്ക എന്ന ഈ വിഡ്ഢിക്കഥ മുഹമ്മദ് പറഞ്ഞതല്ല, മുഹമ്മദിൻ്റെ ദൈവം വെളിപാടായി പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ മുഹമ്മദിനെ പോലെ തന്നെ സമാനമായ ഒരു വിഡ്ഢിയായിരുന്നു മുഹമ്മദിൻ്റെ ദൈവവും എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ദൈവം വിഡ്ഢിയായിരുന്നു എന്നല്ല, മുഹമ്മദ് തന്നെയാണ് ദൈവത്തിൻ്റെ വേഷം കെട്ടി ഈ വിഡ്ഢിത്തങ്ങളെല്ലാം പറഞ്ഞിരുന്നത് എന്നതിന് ഇതിലപ്പുറം ഒരു തെളിവ് ആവശ്യമില്ല. പക്ഷേ ഈ അന്ധവിശ്വാസികൾക്ക് കിട്ടിയ അന്ധവിശ്വാസങ്ങൾ ആകെ മൊത്തം ഒരു പാക്കേജാണ്. അവർക്ക് ഇന്നിപ്പോൾ നമ്മളോട് തർക്കിക്കാൻ വരുമ്പോൾ അവർ കണ്ടിൻജൻസി ആർഗ്യുമെൻ്റൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ദൈവത്തിനൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തർക്കിക്കാൻ വരും. എന്നാൽ അവർ ഈ കണ്ടിൻജൻസി ആർഗ്യുമെൻ്റ് പറഞ്ഞ് തർക്കിക്കുന്ന ദൈവവും മാത്രമല്ല ഇസ്ലാം എന്ന് പറയുന്ന പാക്കേജിലുള്ളത്. ആ ദൈവവും ഈ പാക്കേജിലില്ല. ഈ പാക്കേജിലുള്ളത് അന്നത്തെ അറേബ്യയിലെ ഒരു തനി ഗോത്ര ദൈവമായിട്ടുള്ള ഒരു പ്രാകൃത ഗോത്ര ദൈവമായ അള്ളാഹു ആണ് ഇവരുടെ പാക്കേജിലുള്ള ദൈവം. ആ ദൈവത്തിൻ്റെ കൂടെ ഈ മാറാപ്പ് കെട്ടിൽ ഈ പറയുന്ന ജിന്നും ജൈത്താനും കൂടോത്രവും മന്ത്രവും എല്ലാവിധ വിഡ്ഢിത്തങ്ങളും അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളും എല്ലാം ചേർത്ത വലിയൊരു മാറാപ്പിൻ്റെ പേരാണ് ഇസ്ലാം എന്ന വിശ്വാസ സംഹിത. ആ മാറാപ്പിൽ ഇന്ന് വിശ്വസിക്കാൻ പറ്റുന്ന യാതൊന്നുമില്ല. അതിനകത്തുനിന്ന് പെറുക്കിയെടുത്താൽ ആ ദൈവത്തിനെ പോലും ഇന്ന് ആൾക്കാരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റാത്ത അത്ര പ്രാകൃതമാണ് ആ ദൈവം. അതുകൊണ്ടാണ് ഈ പാക്കേജ് ഈ ചാക്കും കെട്ട് മൊത്തം അട്ടത്ത് കെട്ടിവെച്ചിട്ട് കണ്ടിൻജൻസി ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇവർ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ദൈവം എന്നുള്ള ഒരു സങ്കല്പം ഉണ്ട് എന്ന് വന്നാൽ പോലും ഇസ്ലാം എന്ന ഈ മാറാപ്പ് കെട്ട് മനുഷ്യനിർമ്മിതമായ അന്ധവിശ്വാസമാണ് എന്നതിന് യാതൊരു സംശയവുമില്ല എന്ന് തന്നെയാണ് ഈ കെട്ടുകഥകളെല്ലാം തെളിയിക്കുന്നത്. അതാണ് ഈ ജിന്ന് കഥകൾ തെളിയിക്കുന്നത്. ഈ ജിന്ന് കഥകൾ വെറും ഹദീസിലാണെങ്കിൽ ഹദീസിനെ തള്ളി രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ നൂറുകണക്കിന് ആയത്തുകളായിട്ട് ഖുർആനിൽ തന്നെ ഈ കെട്ടുകഥ സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് തള്ളിക്കളയാൻ പറ്റാതെ വിശ്വാസികൾ കഷ്ടപ്പെടുകയാണ്. എന്നാൽ വിശ്വാസികളിൽ വലിയൊരു വിഭാഗം ആളുകൾക്ക് ഇത് ദഹിക്കുന്നുമില്ല, അത് വിഴുങ്ങാനും പറ്റുന്നില്ല. അതിൻ്റെ പേരിൽ അടികൂടിയിട്ടാണ് ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനമൊക്കെ ഇവിടെ പിരിഞ്ഞു പോകുന്നത് എന്നും നമ്മൾ കാണുക. വിശ്വാസികളുടെ ഗതികേടാണത്. വിശ്വസിക്കുമ്പോൾ ഇതെല്ലാം കൂടെ വിശ്വസിക്കണം. എന്നാൽ ഇതിൽ 90% ഇന്നത്തെ വിശ്വാസികൾക്ക് തന്നെ വിശ്വസിക്കാനും വിഴുങ്ങാനും പറ്റാത്ത അത്ര കാലഹരണപ്പെട്ടതാണെന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. പക്ഷേ വിശ്വാസം കൊണ്ട് അവർക്ക് പൂർണ്ണമായി തുപ്പിക്കളയാൻ വയ്യ. ശാസ്ത്രബോധം കൊണ്ട് അവർക്ക് ഇത് മൊത്തമായിട്ട് ഇറക്കി വിടാനും വയ്യ. ഇതാണ് വിശ്വാസത്തിൻ്റെ ഇന്നത്തെ ഗതികേട്. അതുകൊണ്ടാണ് മൂല്യന്മാർക്ക് ഇപ്പോൾ കരഞ്ഞു പോകൊണ്ട് നിലവിളിച്ചുകൊണ്ട് നടക്കേണ്ടി വരുന്നത്. കുട്ടികളൊക്കെ മതം വിട്ടു പോകുന്നതിലുള്ള സങ്കടം കൊണ്ട് മൂല്യന്മാരെല്ലാം ഇന്ന് കരഞ്ഞു വിളിക്കുന്ന ദയനീയമായ കോമഡി കാഴ്ചയാണ് മതരംഗത്ത് കേരളത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.